بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد. ഇത് ഇന്നലത്തെ 12ാം മജ്‌ലിസിന്റെ ബഖിയത്തിൽ പെട്ടതാണ്. ഇത് മജാലിസിനില്ല, മജാലിസിൽ ഞാൻ എഴുതി കൊടുത്തതാണ്. അത് ഇൻഷാ അല്ലാഹ് உங்களுக்கு വരും. അത് എഴുതിയിട്ട് സബീർ കയ്യിലാക്കും. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാവും, കണ്ടിട്ടില്ല എന്നല്ല, കാണാത്തത് കൊണ്ട് അയക്കുന്നതല്ല, ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി അയക്കുന്നതാണ്. ശുരിഅത്തിൽ ജമാഅത്തു ഫിൽ മസാജിദി ഫിൽ മഹാല്ലി, പള്ളികളിലെ പല മഹല്ലുകളിലും ജമാഅത്തിനെ ശറഅാക്കപ്പെട്ടു, ജമാഅത്തിനെ സുന്നത്താക്കപ്പെട്ടു, അല്ലെങ്കിൽ ഫർദന്നാക്കപ്പെട്ടു. അങ്ങനെ ആവട്ടെ. എന്തിനാണ് പല മഹല്ലിലും പല പള്ളിയിലും ആക്കിയത് എന്നതിനെപ്പറ്റി ഒരു ചെറിയ നിലക്ക് പഠിപ്പിക്കരുത്. അതിൽ യഹ്സുലത്താഹുദു ബില്ലിഖാഇ ഫീ ഔഖാത്തി സ്വലാത്തി ബൈനൽ ജിറാൻ. ഒരു കാരണം തആഹുദ് ഹാസിലാകാൻ വേണ്ടി, തആഹുദ് ഉണ്ടാകാൻ വേണ്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൽ, ബില്ലിഖാഇ കാണൽ കൊണ്ട് ഫീ ഔഖാത്തി സ്വലാത്ത് നിസ്കാരത്തിൻ്റെ പല വഖ്തുകളിലും, ബൈനൽ ജീറാനി അയൽവാസികളെ ഇടയിൽ. ജമാഅത്ത് ശറഅാക്കപ്പെട്ടാലേ ജമാഅത്തിന് പോവല്ലോ. അപ്പോൾ ചുറ്റുഭാഗത്തുള്ള പല ജനങ്ങളും വന്ന് കണ്ട് അറിയുമല്ലോ. വലിയ ഒരു കാര്യമാണതിൽ. ജീറാനിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അറിയൽ സുന്നത്തുണ്ട്, വുജൂബുമുണ്ട്. വേണമെങ്കിൽ ഒരു മനുഷ്യന് ജാറുകളിൽപ്പെട്ട ഒരാൾ മരിച്ചിനോ, അതല്ലെങ്കിൽ രോഗിയായിനോ, അതല്ലെങ്കിൽ എന്തായിനി എന്ന് അറിയേണ്ടതുണ്ട്. അപ്പം അങ്ങനെ അറിയാൻ ഏറ്റവും എളുപ്പ വഴിയാണ് ജമാഅത്ത് സുന്നത്തായിട്ട് ജമാഅത്തിൽ ഒരുമിച്ച് കൂടൽ. അതിൻ്റെ പുറമെ വലിയ അന്നഹു ഖദ് യഅലമുൽ ജാഹിലു മിനൽ ആലിമി, ഈ പള്ളിയിൽ വരുന്ന, അല്ലെങ്കിൽ ജമാഅത്തിന് വരുന്ന, ജമാഅത്ത് നടക്കുന്ന സ്ഥലത്ത് ജമാഅത്തിന് വരുന്ന ആൾക്കാർ എല്ലാവരും ഒരുപോലെയല്ല. അന്നാസ് അജ്നാസ് എന്ന് പറഞ്ഞ പോലെ നാസ് അജ്നാസ് പല ജിൻസുകളാണല്ലോ. അപ്പം ആലിമായവൻ ചെയ്യുന്ന പ്രവൃത്തികളിൽ നിന്ന് മാ യജ്ഹലുഹു ബിൻ അഹ്കാമിഹ, നിസ്കാരത്തിൻ്റെ ഹുക്കുമുകളിൽ നിന്ന് പല ജാഹിലായ കാര്യത്തിന് ജാഹിലായ മനുഷ്യൻ അറിയാൻ വേണ്ടിയും. വലിയ ഒരു കാര്യമാണ്, ചെറിയ കാര്യമല്ല. ഇതൊക്കെ നിസ്കരിക്കുന്ന കാണുമ്പോൾ, അറിവുള്ളവർ നിസ്കരിക്കുന്നത് കാണുമ്പോൾ പലതും പഠിക്കാൻ അയാളെ വെക്കുന്നുണ്ടാകും. പലത് കാണുമ്പോൾ പറയുക വേണമെങ്കിൽ നിസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷം ചോദിക്കാമല്ലോ, നീ എന്താ അങ്ങനെ നിസ്കരിച്ചത് എന്ന്. അപ്പം
അപ്പോൾ അതെല്ലാം മനസ്സിലാക്കാൻ കഴിയും. മനസ്സിലാക്കുന്ന കാലത്താണ് ഈ പറയുന്നത് ഞാൻ. ഇന്നത്തെ അധികം ആൾക്കാരും അങ്ങനെ ചോദിക്കലോ പഠിക്കലോ മനസ്സിലാക്കലോ ഒന്നുമില്ല. രണ്ട് കാര്യമായി. മൂന്നാമത്തെ കാര്യം, ഒരു അന്ന മറാത്തിബന്നാസി മുതഫാവിത ഫിൽ ഇബാദ. ഇബാദത്തിലെ മറാത്തിബുന്നാസ്, നാസിൻ്റെ മർത്തബ, സ്ഥാനങ്ങൾ ഏറ്റ വ്യത്യാസമായതാണ്. അപ്പോൾ ഫതഊദു ബറക്കത്തുൽ കാമിലി, ഇബാദത്തിൽ കാമിലായവർ ഉണ്ടാകും. ആ കാമിലായവരുടെ ബറക്കത്ത് അലന്നാഖിസി, നാഖിസായവൻ്റെ മേലി, നുഖ്സാനുള്ളവൻ്റെ മേലി, ഇബാദത്തിൽ നുഖ്സാനുള്ളവർ മനുഷ്യൻ്റെ മേലിൽ ഇബാദത്തിൽ കാമിലായ മനുഷ്യൻ്റെ ബറക്കത്ത് മുടങ്ങുകയും ചെയ്യും. ഫതക്മുലു സ്വലാത്തുൽ ജമീഅ്, അവ മുഴുവൻ ആൾക്കാരുടെയും സ്വലാത്ത് നിസ്കാരം കാമിലാകും. ഈ മൂന്ന് കാര്യം ശരിക്കും മനസ്സിലാക്കണം. ജമാഅത്തിലുള്ള ഫായിദകളാണ് ഈ പറഞ്ഞത്. ഇതല്ലാത്ത പല ഫായിദകളും ഉണ്ട്. ഇപ്പൊ പിന്നെ ക്ലാസ്സും മറ്റുമെല്ലാം നടക്കുന്നല്ലോ. നടക്കുന്നല്ലാണ്ട് പഠിക്കലില്ല. അത് ആയതുകൊണ്ട് ഫഹം, ഇത് നീ മനസ്സിലാക്കി. ഇത് ഖാലഹുൽ അല്ലാമത്തുൽ മുനാവി, ഇമാം മുനാവി തങ്ങൾ പറഞ്ഞതാണ്. അവരുടെ ഫൈദുൽ ഖദീറിലായിരിക്കും. അതിനെ ബഹുമാനപ്പെട്ട മൗഹിബത്തിൻ്റെ മുസന്നിഫ് അവരുടെ കിതാബിൽ എടുത്തു വച്ചിട്ടുണ്ട്. ഇന്തഹ മൗഹിബത്തു ദിൽ ഫളിദി ഹാഷിയത്തു ശറഹി ബാഫളിൽ. ബാഫളിൻ്റെ ശറഹിൻ്റെ ഹാഷിയ. ബാഫൾ എന്നത് എനിക്ക് മുഖദ്ദിമ അങ്ങനെ പേരുണ്ട്. ആ മുഖദ്ദിമൻ്റെ ശറഹി ഇബ്നു ഹജർ തങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഹാഷിയാണ് മൗഹിബത്ത്. മൗഹിബത്ത് യാനത്തിൻ്റെ മുസന്നിഫിൻ്റെ ശിഷ്യനാണ്. 8 കാര്യങ്ങൾ അതിലുണ്ട്. തർമസി എന്നും പറയും. ഹാഷിയത്ത് തർമസി 3 3 ജുസ് 3 പേജ്. വല്ലസ്ലു ഫീ മശ്റൂഇയ്യത്തിൽ ജമാഅത്തി, ജമാഅത്തിനെ ശറഅക്കപ്പെട്ടതിലുള്ള അസ്ല് എന്ന് പറഞ്ഞാൽ തെളിവ് എന്നർത്ഥം. ഇവിടെ തെളിവ് അസ്ലിനിക്ക് പല മാനയുമുണ്ട്. ഇവിടെ അസ്ല് എന്ന് പറഞ്ഞാൽ ദലീൽ. ദലീലാകുന്ന എന്ത്? കിതാബാണോ, സുന്നത്താണോ, ഖിയാസാണോ, ഇജ്മാഅാണോ? ഏതെങ്കിലും വേണമല്ലോ. വഹുവ, അത് അൽ കിതാബു, കിതാബാണ്, ഖുർആനാണ്. വഹുവ, ആ ഖുർആന് ഖൗലുഹു തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖൗലാണ്. വഇദാ കുൻത ഫഅഖംത വഇദാ കുൻത ഫീഹിം ഫഅഖംത ലഹുമുസ് സ്വലാഹ് എന്നായത്താണ്. തങ്ങൾ സഹാബത്തുൽ കിറാമിൻ്റെ ഇടയിൽ ആയാൽ ഫഅഖംത, എന്നിട്ട് തങ്ങൾ നിർത്തിയാലും ലഹും, അവർക്ക് വേണ്ടി അസ്സലാത്ത, നിസ്കാരത്തെ. അതാണ് പിന്നെ അപ്പുറം പറയുന്നത് അന്നഹു ഇദാ അമറ ബിഹ അല്ലെങ്കിൽ ഉമിറ ബിഹ, ജമാഅത്ത് കൊണ്ട് തങ്ങളോട് കൽപ്പിക്കപ്പെട്ടാൽ ഫിൽ ഖൗഫി, പേടിൻ്റെ അവസരത്തിൽ, ഫിൽ അംനി, വിഷോദിൻ്റെ അവസരത്തിൽ, പേടിയില്ലാത്ത അവസരത്തിൽ ഔലാ, ജമാഅത്ത് കൊണ്ട് കൽപ്പിക്കൽ കൊണ്ട് ഔലയാണല്ലോ. ഇന്ദഹ കൂതി. പിന്നെ ജമാഅത്ത് നിസ്കാരത്തിൻ്റെ ഫളീലത്ത് 27 ഇരട്ട, 25 ഇരട്ട ഇങ്ങനെല്ലാം വന്നിട്ടുണ്ട്. ഏതാട്ടെ അവിടെ 27 ദറജത്തൻ എന്ന് പറഞ്ഞല്ലോ. ദറജ 27 ദറജ, പടി 27 പടി. ഇവിടെ ഉദ്ദേശം ഐ സലാത്തൻ,
ദറജത്തെന്ന് പറഞ്ഞാൽ ഏത് നിസ്കാരം എന്നാണ്. ഒരു നിസ്കാരത്തിലേക്ക് 27 നിസ്കാരത്തിൻ്റെ പ്രതിഫലം, 27 നിസ്കാരത്തിൻ്റെ പ്രതിഫലമുണ്ട്. കമാ വറദ ഫീ ബഅദി റിവായാത്തി. ഈ ദറജത്തൻ എന്നിടത്ത് സ്വലാത്തൻ എന്ന് തന്നെ ചില റിവായത്തിൽ അങ്ങനെ വാരിതായതുണ്ട്. ആ വാരിതായത് ഇന്ദഹ ഖുർദി വ മൗഹിബ, ഖുർദിയിലും മൗഹിബിലും ഉള്ളതാണ്. ഇന്നൊന്ന് സിറുൽ അർബഈന അല്ല വസിറു സബ്ഇ വൽ ഇശ്രീന. 27ന്റെ രഹസ്യം എന്താ? 27 ആവാനെന്ത്? ജമാഅത്ത് നിസ്കാരത്തിനൊക്കെ ഒരുത്തൻ മറ്റൊരുത്തനോട് കൂടെ നിസ്കരിച്ച നിസ്കാരമാണല്ലോ ജമാഅത്ത് നിസ്കാരം എന്ന് പറഞ്ഞാൽ. ജമാഅത്തിനിക്ക് 3 ആള് വേണ്ട, 2 ആള് മതി. എങ്കിലും ജമാഅത്തിന്റെ അസ്ല് 3 ആണ്. അസ്ല് 3 ആയത് വെച്ചിട്ടാണ് ഇവിടെ പറയുന്നത് സിറുൽ സബ്ഇ വൽ ഇശ്രീൻ, 27ന്റെ രഹസ്യം. അന്നൽ ജമാഅത്ത, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ, ജമാഅത്ത് എന്ന് പറഞ്ഞാൽ കൂട്ടം, കൂട്ടം എന്ന് പറഞ്ഞാൽ സലാസത്തുൻ 3 ആളാണ്. 3 ആള് കൂടിയാൽ അസാരത്തൻ കൂട്ടം എന്ന് പറയുന്നു. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു ജമാഅത്തിനിക്ക് 2 ആൾ മതി. കൂട്ടം എന്ന് പറയുന്നത് 3 ആണ്. അപ്പം അൽ ഹസനത്തു ബി അശറത്തി അംസാലിഹ, ഒരു ഹസനത്തേക്ക് കുറഞ്ഞത് നമ്മൾ എത്ര പഠിച്ചതാണ്. മൻജാ ബിൽ ഹസനത്തി വലൗ അശ്റു അംസാലിഹ. ഒരു ഹസനത്ത്, ഒരു നല്ല കാര്യം ഒരുത്തം ചെയ്താൽ അതിൻ്റെ 3 വിസിലുകളിൽ അവനിക്ക് പ്രതിഫലം കുറച്ചത്തിൽ കിട്ടും. അപ്പൊ പത്തത് ഹസനലി കുല്ലി വാഹിദിൻ, എല്ലാ ഓരോരുത്തർക്കും 3 കിട്ടിയില്ലേ? 3 ആളില്ലേ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 3 ആള് തന്നെ പറഞ്ഞു. 3 ആളെന്നുള്ള ഓരോരുത്തർക്കും 10 കിട്ടി. ഫൽ ജുംലത്തു സലാസൂന, അപ്പോ ടോട്ടല് 30 ആണ്. 30 കണക്കിന് കിട്ടേണ്ടത്. നോക്കൂ, ഈ കുല്ലി വാഹിദിൻ ഓരോരുത്തർക്കും ഉണ്ട് റഅ്സുമാലിഹി, അവന്റെ മൂലധനം. ഒരു ഹസനത്ത് ചെയ്താൽ 10 കൂലി കിട്ടുമ്പോൾ ഒന്നവന്റെ മൂലധനം അല്ലേ? അതാണ് റഅ്സുമാലിഹി ഉണ്ട്. അതായത് വാഹിദുൻ 1. അപ്പൊ യബ്ഖാ തിസ്അത്തു, 9 ബാക്കിയാവും. 10ൽ നിന്ന് 1 കഴിച്ചാൽ പിന്നെ 9 അല്ലേ? തുറബു, ആ 9നെ പെരുക്കപ്പെടും ഫീ സലാസത്തിൻ, 3 ആളില്ലേ? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 3 ആള് തന്നെ പറഞ്ഞത്. അപ്പൊ 3 ആളിന്, ആ 3 ആളെ 9ന് പെരുക്കപ്പെടും. എന്തുകൊണ്ട്? 27 കൊണ്ട്. അപ്പാടെ ചോദ്യമുണ്ട്, എന്ത്? ജമാഅത്ത് എന്ന് പറഞ്ഞാൽ 2 ആളല്ലേ? 2 ആളല്ലേ? 3 ആള് വേണ്ടല്ലോ ജമാഅത്തിന്. അക്കൊല്ലം ജമാഅത്തി സിനാനി എന്നാണ്. അത് റബ്ബുന ജല്ല വഅലാ, ജലീലായ മേലയായ റബ്ബ് തആല യുഅ്തി, അവൻ കൊടുക്കും. കുല്ല ഇൻസാനിൻ, ഓരോരുത്തർക്കും കൊടുക്കും. മാ യുഅ്തി ലിൽ ജമാഅത്തി, ജമാഅത്തിന് കൊടുക്കുന്ന ഒന്നിനെ. 27 ആയത് 3 ആളത് കൂട്ടിയിട്ടാണ്. ഈ 3 ആളത് കൂട്ടിയതിനെ റബ്ബ് തആല വലിയ ഓഫർ ചെയ്യുന്ന റബ്ബല്ലേ. ആ റബ്ബ് ഓരോരുത്തർക്കും 27 തന്നെ കൊടുക്കും. ഫസാറ ലികുല്ലി വാഹിദിൻ, അപ്പോൾ ഓരോരുത്തർക്കും ആയി 27
27 വസാദ ഫീ കറമിഹി, അല്ലാഹു തആല അവന്റെ കറമിൽ ഏറ്റി. ലിസനൈനി, ജമാഅത്തിനിക്കല്ലേ കണക്കിന് കൊടുക്കേണ്ടത്. 27 ഇതിപ്പോ രണ്ടാൾക്ക് ആകുമ്പോഴത്തേന് ജമാഅത്ത് കിട്ടിയല്ലോ. അതല്ലേ, രണ്ടാൾ കൂടിയിട്ട് നിസ്കരിച്ചാൽ ജമാഅത്തിന്റെ കൂലി കിട്ടി. ജമാഅത്തിന് കൂലി എത്ര? 27. അപ്പൊ ഇപ്പൊ രണ്ടാൾക്കും എന്താക്കും അല്ലാഹു തആല അവന്റെ കറമിന്റെ കാരണം കൊണ്ട് മൂന്നാൾക്ക് കൊടുക്കുന്ന ഒന്നിനെ കൊടുക്കും. അൽഹംദുലില്ലാഹ്. വലിദാ ഖാല, ഇതിന് വേണ്ടിയാണ് പറഞ്ഞത് ഫീ ഹിദായത്തുൽ അദ്കിയ, ഹിദായത്തുൽ അദ്കിയാന്റെ മുസന്നിഫാകുന്ന അൽ മഖ്ദൂമുൽ കബീർ തങ്ങൾ ലാ തതൂകന്ന ജമാഅതൻ ഖദ് ഫുളിലത് ബിസ്സബ്ഇ വൽ ഇശ്രീന മിൻ ഫളിൻ അലാ ولم التعلم إن تكن متساهلا في مثل هذا الذبح أخسر أجهلا. ഇന്ന് 2 ബൈത്ത് ആടെ ചൊല്ലിയത്. ഒരു ജമാഅത്തിനെയും നീ പഠിക്കരുത്. എങ്ങനത്തെ ജമാഅത്ത്? അത് ഫുളിലത്, ആ ജമാഅത്തിനെ ശ്രേഷ്ഠമാക്കപ്പെട്ടിരിക്കുന്നു. 27 കൊണ്ട് മിൻ ഫളിൻ അലാ, മേലെയായ ഫളിന്റെ കാരണത്തിനാൽ. പിന്നാണ് ചോദിക്കുന്നത് വലിമത്ത അല്ലുമു, എന്തിന് വേണ്ടി നീ പഠിക്കുന്നു? ഇന്തക്കും നീ ആണെങ്കിൽ മുതസാഹിലൻ, തസാഹുര് ചെയ്യുന്നവനാണെങ്കിൽ, ഇങ്ങനെ വേണോ വേണ്ടേ എന്നാക്കുന്നുണ്ടെങ്കിൽ എന്തിനാ പഠിക്കുന്നത്? എന്തിനാ മുതസാഹില്? ഫീ മിസ്ലി ഹാദൽ ദിബ്ഹി, ഈ ഒന്നിന് 27 ദറജന്റെ കൂലി കിട്ടുന്ന, അതുമല്ല എത്രയോ കിട്ടും. ഒരാൾ പണ്ട് നിസ്കരിച്ചല്ലോ, ഇർഷാദിലുണ്ടതാക്കാതെ നോക്കിക്കോ, ജമാഅത്തിന്റെ ഭാവിയിലായിരിക്കും. ഒരാൾക്ക് ഒരു ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, അയാള് 27 പ്രാവശ്യം നിസ്കരിച്ചു. അങ്ങനെ നിസ്കരിക്കാൻ പറ്റൂലേ, അത് മസാല വേറെ. പിന്നെ നോക്ക്, അങ്ങനെ നിസ്കരിച്ചിട്ട് അയാൾ ഉറങ്ങിപ്പോയി. ഉറക്കിന് സ്വപ്നം കണ്ടു. എന്താ സ്വപ്നം? അന്നാലക്ക, നിനക്ക് എവിടെ നിന്നാണ് മലായികത്തിന്റെ ആമീന്? ഇമാമോട് കൂടെ മലായികത്ത് ആമീൻ ചെല്ലും എന്നില്ലേ? അത് എല്ലാ നിസ്കാരത്തിലും ഉണ്ടാകും. അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. മലായികത്തിന്റെ ആമീന് കിട്ടണമെങ്കിൽ ഇമാമോട് കൂടെ തന്നെ ആമീൻ ചെല്ലണ്ടേ? അത് ശരിയായ നിസ്കാരത്തിൽ എങ്ങനെയെന്ന് നോക്കേണ്ടതുണ്ട്. എങ്ങനെ ആവട്ടെ, മലായികത്തിന്റെ ആമീന് കിട്ടും. മലായികത്തിന്റെ ആമീന് ഒരു മലക്കിന്റെ അല്ല, ഒരു മലക്കിന്റെ ആമീൻ തന്നെ ലോകം മുഴുവനത്തിനേക്കാളല്ലേ. അങ്ങനത്തെ മലായികത്തിന്റെ ആമീൻ എങ്ങനെ കിട്ടും എന്ന് സ്വപ്നത്തിൽ അവർക്ക് കണ്ടിന്. വലിയ ഒരാളാണ് ആ നിസ്കാരം ഫൗത്തായി പോയതും പിന്നെ നിസ്കരിച്ച് 27 നിസ്കരിച്ചു. ഇന്ദകുൻ മുതസാഹിലൻ, നീ മുതസാഹിലാകുന്നുണ്ടെങ്കിൽ ഫീ മിസ്ലി ഹാദൽ ദിബ്ഹി, ഇതുപോലെ തരത്തിൽ അഖ്സറ, നീ തന്നെ ഏറ്റവും നഷ്ടപ്പെട്ടവനായിട്ട്, അജ്ഹല, ഏറ്റവും ജാഹിലല്ലേ നീ എത്ര വരെ ഉയരാറാണെങ്കിലും ജമാഅത്തിനെ വിടുന്നുണ്ടെങ്കിൽ നീ ജാഹിലാണ്. മഖ്ദൂം തങ്ങളാണ് പറഞ്ഞത്, നീ അഖ്സറാണ്, നീ അജ്ഹലാണ്. എത്ര വലിയ ലാഭ കച്ചവടം ചെയ്യുന്നവനാണെങ്കിലും നീ അഖ്സറാണ്, നീ അജ്ഹലാണ്. ഇത് മൗഹിബത്ത് ദിൽ ഫضൽ, ശറഹ് ഫضൽ എന്ന് പറഞ്ഞല്ലോ, ഫർമസിന്റെ ഹാഷിയാന്ന്, ആ കിതാബിലുള്ളതാണ്. ഈ 2-3 കാര്യം മൗഹിബത്തിലും മറ്റും അതുപോലെ മുനാവിയും പറഞ്ഞ കാര്യങ്ങളാണ്. എല്ലാവരും ഇത് ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം.
ഇത് ഹാസിലാക്കാൻ വേണ്ടി ഉത്സാഹിക്കണം. അല്ലാഹു വഫഖന അല്ലാഹു വഫഖന അല്ലാഹു വഫഖന അല്ലാഹു ആമീൻ ആമീൻ ആമീൻ.